Hello everyone, welcome to Franklin's lectures. So GBEST 213 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് എഞ്ചിനീയറിംഗ് പ്രോബ്ലം സോൾവിങ്ങിന്റെ ബാക്ക് ബോൺ ആണ് എന്നിങ്ങനെ പറയാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, എഞ്ചിനീയറിംഗ് പ്രോബ്ലം സോൾവിങ്ങിന്റെ ബാക്ക് നട്ടെല്ലാണ് എന്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിൽ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഒരു ബിൽഡിംഗ്, ഒരു സ്ട്രക്ചർ എങ്ങനെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു മെഷീൻ എങ്ങനെ മൂവ് ആകുന്നു, ഫോഴ്സസ് തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, സോ നമ്മളൊരു വസ്തു നിർമ്മിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൂടെ പഠിക്കുന്നു. ഇങ്ങനെയാണ് ഒരു വസ്തു നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ആ വസ്തു എങ്ങനെ പെരുമാറുന്നു, ഓർ ഹൗ ഇറ്റ് ബിഹേവ്സ്, അതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻ എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ നമുക്കറിയാം, നിങ്ങൾക്കുള്ളതുപോലെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ഉണ്ട്. എന്താണ് നമ്മൾ CIE എന്ന് പറയും, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. അതിന്റെ മാർക്സ് ഒക്കെ എത്രയാണ്, ഈ സബ്ജക്ട്സിന് എത്രയാണ് മാർക്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അറ്റൻഡൻസിന് 5 മാർക്സ് ഉണ്ട്. പ്രോജക്ട് ഓർ അസൈൻമെന്റ് വിച്ച് ക്യാൻ ഹാവ് 15 മാർക്സ് ഉണ്ട്. ഇന്റേണൽ എക്സാമിനേഷൻസ് 1 ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 2 രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് 20 മാർക്സ്, വിച്ച് ഗിവ്സ് യുവർ ടോട്ടൽ ഓഫ് CIE മാർക്സ് ടോട്ടൽ 40 മാർക്സ് നമുക്ക് ഉണ്ട്. 40 മാർക്സ്, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് എത്രയാണ് നിങ്ങൾക്കുള്ളത്, EMനുള്ളത് 40 മാർക്സ് ആണ്. ഓക്കെ, സോ അടുത്ത് നമ്മൾ നോക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻ സെമസ്റ്റർ എക്സാമിനേഷൻസിനെ കുറിച്ചാണ്. സോ എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ് നിങ്ങൾ ഓൾറെഡി ഒരു സെമസ്റ്ററിന്റെ എക്സാംസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. സോ നിങ്ങൾ ഒരു സെമസ്റ്ററിന്റെ എക്സാം കഴിഞ്ഞു. സോ ഈ എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ് എന്താണ്? സോ എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് 2 പാർട്ടായിട്ടാണ് ചോദിക്കുക. സോ പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുമ്പം ഓരോ ക്വസ്റ്റിനും 3 മാർക്സ് ആണ്. സോ നമുക്ക് 4 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ഈ 2 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് കാണും പാർട്ട് എയിൽ. സോ ദാറ്റ് ഇസ് 3 + 3 6 മാർക്സ് ഫ്രം ഈച്ച് യൂണിറ്റ്സ് പാർട്ട് എയിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വിൽ ബി ഹാവിംഗ് 8 × 3 നമുക്കുണ്ടാവുക 24 മാർക്സ് വിൽ ബി ആസ്ക്ഡ് ഫ്രം പാർട്ട് എ ആണ്. 24 മാർക്സ് വിൽ ബി ആസ്ക്ഡ് ഫ്രം പാർട്ട് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 4 മൊഡ്യൂൾ. സോ നമുക്ക് എത്രയാണ്, ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. സോ 4 × 2 വിൽ ഗിവ് യു 8 ക്വസ്റ്റ്യൻസ് വിച്ച് ഇൻഡിവിജ്വലി ക്യാരീസ് 3 മാർക്സ്. സോ മൊത്തം ടോട്ടൽ 24 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും ഈ പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റും. ഓക്കെ, യു നീഡ് ടു ആൻസർ എവറി ക്വസ്റ്റ്യൻ ഇൻ പാർട്ട് എ. ഇപ്പൊ പാർട്ട് ബിയിലേക്ക് കിടക്കുമ്പോൾ പാർട്ട് ബിയിൽ ഫ്രം എ മൊഡ്യൂൾ അഗൈൻ ദർ വിൽ ബി 2 ക്വസ്റ്റ്യൻസ്. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 3 സബ് ഡിവിഷൻ വരെ ചോദിക്കാനും, മാക്സിമം 3 സബ് ഡിവിഷൻ ചോദിക്കാനും പറ്റും. ഓക്കെ, സോ 2 questions will be given from each module, out of which 1 question should be answered. ആ 2 ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ് എ മാക്സിമം ഓഫ് 3 സബ് ഡിവിഷൻ. ഒരു ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ പാർട്ട് എ പാർട്ട് ബി എന്ന് വെക്കുക. സോ പാർട്ട് എയിൽ 3 എണ്ണം കാണാം, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ 9 മാർക്സിന് ചോദിക്കാം. സോ ഇങ്ങനെ 3 സബ് ഡിവിഷനോ അല്ലെങ്കിൽ ഒരു സബ് ഡിവിഷൻ എങ്ങനെ വേണമെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. So each question carries ultimately each question carries 9 marks ആണ്. So 9 × 4 എന്ന് നമ്മൾ പറയുമ്പോൾ it is nothing but 36 from part B and 24 from part A. നമുക്ക് മൊത്തം എത്ര മാർക്സിന്റെ എക്സാം ആണ്? 60 മാർക്സ് ആണ്. ഓക്കെ, സോ എക്സാം is out of 60 മാർക്സ് ആണ്. So now let's move into the modules. എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് ഉള്ളത്, അതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ there are 4 modules, okay, which deals with the basics of engineering എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay,
സോ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കും. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻട്രൊഡക്ഷൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ്. കോൺസെപ്റ്റ് ഓഫ് റിജിഡ് ബോഡി, റിജിഡ് ബോഡി എന്താണെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ, അതായത് റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ഷേപ്പ് ആൻഡ് സൈസ് മാറാൻ പ്രയാസമുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് പറയും? റിജിഡ് ബോഡി എന്ന് പറയും. സ്കെലാർ ആൻഡ് വെക്ടർ എന്താണെന്ന് പഠിക്കും. റിജിഡ് ബോഡി, സ്കെലാർസ് ആൻഡ് വെക്ടേഴ്സ്. അതുപോലെ തന്നെ വെക്ടർ ഓപ്പറേഷൻസ്, ഫോഴ്സസ് ഇൻ സ്പേസസ്, സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീം, പോയിന്റ് ലോഡ് അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്താണെന്ന് നമ്മൾ നോക്കും. ഫോഴ്സ് സിസ്റ്റംസ്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് ഫോഴ്സ് സിസ്റ്റംസ് ആണ്. മൊഡ്യൂൾ 1 റെക്ടാങ്കുലർ കമ്പോണൻസ് ഇൻ ടു ഡയമെൻഷൻ, ഇൻ 3 ഡയമെൻഷൻ നമ്മൾ നോക്കും. മൊമെന്റ് ആൻഡ് കപ്പിൾ നമ്മൾ നോക്കും. റിസൾട്ടന്റ് ഇക്വിലിബ്രിയം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം, റിസൾട്ടൻസ് ഇക്വിലിബ്രിയം, സിസ്റ്റം ഐസൊലേഷൻ ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം, ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇൻ 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ സിസ്റ്റംസ് ഒക്കെ നമ്മൾ മൊഡ്യൂളിൽ 1 ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുകയും ചെയ്യും. സോ മൊഡ്യൂൾ 2 വിച്ച് എൻറ്റയർലി ഡീൽസ് വിത്ത് എന്താണ്? ഫ്രിക്ഷൻ ആണ്. സോ ലോസ് ഓഫ് ഫ്രിക്ഷൻ, അനാലിസിസ് ഓഫ് ബ്ലോക്സ് ആൻഡ് ലാഡർ, സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ് ഒക്കെ നമ്മൾ നോക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പാരലൽ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറംസ് നമ്മൾ നോക്കും. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ രണ്ടും വ്യത്യാസമാണ് കേട്ടോ. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിക്കും. റേഡിയസ് ഓഫ് ഗൈറേഷൻ, മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് ആൻഡ് ഡിസ്ക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇത് പഠിക്കുകയും ചെയ്യും. Now moving on to module 3. Module 3 എന്തൊക്കെയാണുള്ളത്? ഡൈനമിക്സ് ആണ്. ഡൈനമിക്സ് ആൻഡ് we will be also having kinetics എന്ന് പറയാം. സോ rectilinear, സോ നമ്മൾ ഒന്നാണ് will be considering the motion and we will also be considering the motion and force എന്നാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. റെക്ടിലിനിയർ ട്രാൻസ്ലേഷൻ എന്താ നോക്കും. ഇക്വേഷൻസ് ഓഫ് മോഷൻ, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ നോക്കും. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഒക്കെ വെച്ച് നമ്മൾ നോക്കും. സോ ആൻഡ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. സോ അലംബേർട്സ് പ്രിൻസിപ്പിൾ, വളരെ വളരെ ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ, ഒരു ഡൈനാമിക് സ്റ്റേറ്റിലുള്ള ഒരു ബോഡിയെ നമ്മൾ സ്റ്റാറ്റിക് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയും. മോഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസസ്, മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്, കമ്പൈൻഡ് മോഷൻ ഓഫ് എന്താണ്? ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ, രണ്ടും കമ്പൈൻ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് എന്നോ ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെ നോക്കും? മൊഡ്യൂൾ 3 നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് മൊഡ്യൂൾ എന്താണ്? മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈബ്രേഷൻ എന്താണ്? ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു അതിന്റെ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് എന്താണ്, മാസ് മോഡൽ, പീരിയഡ്, സ്റ്റിഫ്നെസ്, ടൈം പീരിയഡ് നമ്മൾ നോക്കും. ഫ്രീക്വൻസി എന്തെന്ന് നമ്മൾ പഠിക്കും. സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓൺ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം വളരെ സിമ്പിൾ ആണ്. സോ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് നോക്കും? ഈ മെക്കാനിക്കൽ വൈബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മൊഡ്യൂൾ മെയിൻലി ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ് വൈബ്രേഷൻ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഫ്രീ വൈബ്രേഷൻ എന്താണ്? ഒരു നാച്ചുറൽ ആയിട്ട് ആദ്യം ഒരു ചെറിയ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് വൈബ്രേറ്റ് ആവുന്ന നാച്ചുറൽ വൈബ്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോഴ്സ് വൈബ്രേഷൻ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡി നമ്മൾ ഫോഴ്സ് വൈബ്രേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കും? മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നൗ ഈ മൊഡ്യൂളൊക്കെ പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്നത്? ഓർ സ്കിൽസ് അക്യൂർഡ്, വാട്ട് വിൽ ദ ഔട്ട്കം ഓഫ് ദിസ് മൊഡ്യൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് ഫോഴ്സസ് ആൻഡ് മൊമെന്റ്സ്. നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് വെക്ടർ റെപ്രസെന്റേഷൻസ് ആൻഡ് ഫോഴ്സസ് ഓഫ് മൊമെന്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. മൊഡ്യൂൾ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ലോസ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഐഡന്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ് ദ കോമ്പണൻസ് ഓഫ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ റിജിഡ് ബോഡി. ഓക്കെ, അതുപോലെ തന്നെ മൊഡ്യൂൾ 3 നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ലൈ ദ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ടു ഡിഫറെന്റ് ഫോഴ്സ് സിസ്റ്റംസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ എന്താണ് ടു ഡിഫറെന്റ് ഫോഴ്സ് സിസ്റ്റംസ് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾ മൊഡ്യൂൾ 3 നോക്കും. ആൻഡ് ഫൈനലി മൊഡ്യൂൾ 4 നമ്മൾ എന്താണ് ഫ്രീ വൈബ്രേഷൻ എന്താണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് എന്താണ്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്നൊക്കെ നമ്മൾ എന്തിൽ പഠിക്കും? മൊഡ്യൂളിൽ 4. ദാറ്റ് ഈസ് മെയിൻലി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ് വൈബ്രേഷൻ ആൻഡ് എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് നമ്മൾ മൊഡ്യൂൾ 4 വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ച് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം.
സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ച് അതിലെ എല്ലാ കോൺസെപ്റ്റ്സും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.